ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെറു ഇൻ സോളോ ലെവലിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ക്യാരക്ടറിസ്റ്റിക്സിന് നിങ്ങൾ നല്ല വ്യൂസ് തന്നെയാണ് എനിക്ക് തന്നത്, നല്ല സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ബെറുവിന്റെ ഒറിജിനൽ പർപ്പസിനെ കുറിച്ചും പവേഴ്സിനെ കുറിച്ചും പിന്നെ ഫാദറും മദറും ആരാന്നൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോവാം. ബെറു ജനിച്ചത് ഒരു ആന്റികിങ് ആയിട്ടാണ്. ആന്റികിങ് സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ബെറുവിനെ ഒരു പവർഫുൾ ലീഡറായിട്ടും ഒരു വാരിയറായിട്ടും കോളനിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ഡിഫീറ്റ് ചെയ്യാനും കൊന്നുകളയാനും കോളനിയെ പ്രൊട്ടക്ട് ചെയ്യാനും ആണ് നമ്മുടെ ബെറുവിനെ നമ്മുടെ ആന്റികിങ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബെറുവിന്റെ പവേഴ്സിനെ കുറിച്ചൊക്കെയാണ്. ബെറുവിന് ആർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും കൂടുതൽ സ്പീഡും സ്ട്രെങ്ത്തും പക്ക എഫിഷ്യൻസിയും പിന്നെ ഒരു പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഇന്റലിജന്റ് ആയ ബുദ്ധിയും പിന്നെ പറക്കാനുള്ള ടെക്നിക്സും ഒക്കെ ബെറുവിനെ ഒരു കിടിലം ക്യാരക്ടറായിട്ടാണ് നമ്മുടെ സോളോ ലെവലിംഗിൽ ഒരു പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജിൻഹു നമ്മുടെ ബെറുവിനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബെറു റീബോൺ ചെയ്യുന്നത് ഒരു ഷാഡോ സോൾജിയർ ആയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബെറുവിന്റെ ക്യാരക്ടർ നന്നായി ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു ലോയൽ മാൻ ആയിട്ട്. പിന്നെ നമ്മുടെ ജിൻഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മുടെ ബെറു തയ്യാറാണ്. ബെറു മറ്റ് സോൾജിയറിനെ പോലൊന്നുമല്ല. ബെറുവിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തോട്ടും എങ്ങനെ മറ്റുള്ളവർ കറക്റ്റായിട്ട് സംസാരിക്കാമെന്നും പിന്നെ നമ്മുടെ ബെറു ഇമോഷനും ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഫാൻ ഫേവറേറ്റ് ക്യാരക്ടറാക്കി നമ്മളെ ബെറുവിനെ പ്രസന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോൾജിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബെറുവിന് കുറച്ച് പവേഴ്സ് കൂടുന്നുണ്ട്. പുള്ളിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്പീഡും ഡ്യൂറബിലിറ്റിയും ഒക്കെ നന്നായിട്ട് തന്നെ കൂടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെറുവിന് കുറച്ച് പവേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. മാജിക്കും പവർഫുൾ ഹീലിങ്ങും പിന്നെ മറ്റുള്ളവരെ ചെന്നിട്ട് അവരുടെ മെമ്മറീസിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു കിടിലായിട്ടുള്ള പവേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ സോളോ ലെവലിംഗ് നമ്മുടെ ബെറുവിന് കൊടുത്തിട്ടുള്ളത്. മാൻഹോ വായിച്ചവർക്ക് ഇതെല്ലാം അറിയാവുന്നതായിരിക്കും. പിന്നെ നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ ബെറുവിന്റെ ഫാദറും മദറും ആരാന്നാണ്. ഫാദറിനെ നമ്മൾ കാണിച്ചിട്ടില്ല, നമുക്കത് നമ്മളെ സൺ ജിൻഹോ ആയിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ മദറായിട്ട് നമ്മളെ ക്യൂനാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബെറുവിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയാം ഈ വീഡിയോക്ക് നല്ല ലെങ്ത് കുറവാണെന്ന്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ബെറുവിനെ കുറിച്ച് പറയാൻ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇനി ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മൈക്ക് ടെസ്റ്റിംഗ് സൈനിങ് ഓഫ്.